ഗുരുവിനെ കാണാൻ ലോകത്തിന്റെ കവി സാക്ഷാൽ രവീന്ദ്രനാഥ ടാഗോർ വരികയുണ്ടായി. ദൈവമേ, എവിടെയാണോ ശിരസുന്നതമായിരിക്കുന്നത്, എവിടെയാണോ ഹൃദയം വിശാലമായിരിക്കുന്നത്, ആ വിശാലമായ പ്രപഞ്ചബോധത്തിലേക്ക് എന്റെ രാഷ്ട്രത്തെ നീ ഉയർത്തേണമേ എന്ന് പ്രാർത്ഥിച്ച സന്യാസിയായ രവീന്ദ്രനാഥ ടാഗോർ, ഗീതാഞ്ജലി എഴുതിയ രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിന്റെ നികടത്തിലേക്ക് എത്തിച്ചേർന്നു. ഗുരുവിനെ കണ്ടുകഴിഞ്ഞിട്ട് ടാഗോർ എഴുതി വെച്ച വാക്യം ഒരുപക്ഷെ നാം വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതിന്റെ സാങ്കത്യം ഇതാണ്. ഞാൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പര്യടനം നടത്തി വരികയാണ്. ഇതിനിടയിൽ നിരവധി സന്യാസിമാരുമായും മഹർഷിമാരുമായും ഇടപഴകാനുള്ള അപൂർവമായ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, മലയാളത്തിലെ സ്വാമി നാരായണ ഗുരുവിനേക്കാൾ ആത്മീയതയിൽ മഹത്തായ ഒരാളെ, അതല്ലെങ്കിൽ അദ്ദേഹത്തോട് തുല്യനായ ഒരാളെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല. ഇപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ പറയാം, ശിവഗിരിയിൽ വന്നിരുന്നിട്ട് രവീന്ദ്രനാഥ ടാഗോർ വെറുതെ ഒരു ഡാവടിച്ചിട്ട് അങ്ങ് പോയതാണ്. കേരളത്തിൽ വന്നതുകൊണ്ട് നമുക്കായാൽ പോലും നമ്മളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയും ഇവിടത്തെ ഭക്ഷണം അടിപൊളി, വേറൊരിടത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇവിടത്തെ ഭക്ഷണം അടിപൊളി, ഇതുപോലൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ചിലപ്പോൾ ഞാനും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഇവിടെ സംസാരിക്കുന്നത് ജീവിതത്തിൽ ഒരു മഹാഭാഗ്യമായി ഞാൻ കരുതുന്നു എന്ന് പറഞ്ഞാൽ വേറൊരു ഭാഗ്യം എനിക്കില്ല. വേറൊരിടത്ത് സംസാരിക്കുമ്പോഴും ഞാൻ പറയും ഇവിടെ ഒരു മഹാഭാഗ്യമായി കരുതുന്നു. ഈ റെപ്പറ്റീഷൻ കൊണ്ടുവരുന്ന ചില കള്ളത്തരങ്ങളുണ്ട്. പക്ഷേ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത് കള്ളമല്ല എന്നുള്ളതിന് സിസ്റ്റർ നിവേദിത പറയുന്ന ഒരു കാര്യം തെളിവാണ്. സിസ്റ്റർ നിവേദിത ഒരിക്കൽ ഒരു ചായ സൽക്കാരം സംഘടിപ്പിച്ചു. അത് ലോകം മുഴുവൻ പ്രസിദ്ധനായി തീർന്ന സ്വാമി വിവേകാനന്ദൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ സിസ്റ്റർ നിവേദിത സംഘടിപ്പിച്ച ഒരു ചായ സൽക്കാരമായിരുന്നു. ആ ചായ സൽക്കാരത്തിൽ രവീന്ദ്രനാഥ ടാഗോർ, ജഗദീഷ് ചന്ദ്രബോസ്, വിവേകാനന്ദൻ എന്നിവരെ ബാഗ് ബസാറിലെ തന്റെ വീട്ടിലേക്ക് ചായ കുടിക്കാനായി സിസ്റ്റർ നിവേദിത ക്ഷണിച്ചു. ടാഗോർ മുമ്പ് പലതവണ ആ വീട്ടിലേക്ക് വരികയും വിവേകാനന്ദ സ്വാമികളെ കാണുകയും ചെയ്തിട്ടുണ്ട്. പുറത്തു വെച്ചും അകത്തു വെച്ചും പലയിടത്ത് വെച്ചും അവർ വളരെ സുഹൃത്തുക്കളാണ്. രവീന്ദ്രനാഥിൽ നിന്ന് സംഗീതവും പഠിച്ചയാളാണ്. ബ്രഹ്മസമാജത്തിലെ ഏറ്റവും ആകർഷകമായ ചെറുപ്പക്കാരിൽ ഒരാളായ കൃഷ്ണകുമാർ മിത്രയുമായി രാജ്നാരായണൻ ബോസിന്റെ മകൾ ശ്രീമതി ലീലയുടെ വിവാഹത്തോടനുബന്ധിച്ച് ഇതേ രവീന്ദ്രനാഥ ടാഗോർ വിവേകാനന്ദനോടൊപ്പം ഇരുന്ന് അമൃത് സദനിലേക്ക് പോയ സ്നേഹത്തിന്റെ പാത, ആ സ്നേഹം അമൃത് സദനിലേക്ക് പോയി എന്ന പാട്ട് പോലും പാടിയിട്ടുണ്ട്. ആ ടാഗോറാണ് വിവേകാനന്ദനോട് അപാരമായ സൗഹൃദമുള്ള ആ ടാഗോർ. പക്ഷെ അന്ന് നിവേദിതയുടെ വീട്ടിൽ വെച്ച് വിവേകാനന്ദ സ്വാമിയെ കണ്ടതേ നടിച്ചില്ല. അവർ സംസാരിച്ചതേയില്ല. അവർ ഒരു വാക്കും പരസ്പരം മിണ്ടിയതേയില്ല. ആ ടാഗോറാണ് സാക്ഷാൽ ശ്രീനാരായണന്റെ മുന്നിലെത്തിയപ്പോൾ ഇങ്ങനെ ഒരു വാക്യം എഴുതിയത്. അദ്ദേഹം എന്നെ നോക്കി. പക്ഷേ ആ യോഗ നയനങ്ങൾ അനന്തതയിലേക്ക് ദൃഷ്ടി നട്ടുകൊണ്ടിരുന്നു. അനന്തതയിലേക്ക്, വിദൂരമായ ചക്രവാളത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ആ യോഗ നയനങ്ങളെ അത്ഭുതത്തോടുകൂടി ഞാൻ നോക്കിക്കൊണ്ടേയിരുന്നു. രവീന്ദ്രനാഥ ടാഗോർ. അവർക്കിടയിൽ സംവാദം നടക്കുന്നുണ്ടായിരുന്നു. ആ ടാഗോറാണ് പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പര്യടനം നടത്തി വരികയാണ്. ഇതിനിടയിൽ നിരവധി സന്യാസിമാരുമായും മഹർഷിമാരുമായും ഇടപഴകാനുള്ള അപൂർവമായ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയട്ടെ, മലയാളത്തിലെ സ്വാമിനാരായണ ഗുരുവിനേക്കാൾ ആത്മീയതയിൽ മഹാനായ ഒരാളെ, അതല്ലെങ്കിൽ അദ്ദേഹത്തോട് തുല്യനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. എന്താണ് ഗുരുവിന്റെ ആത്മീയതയുടെ മാഹാത്മ്യമെന്നറിയുമോ? അത് മറ്റൊന്നുമല്ല, ഗുരു ഒരാളെയും ദ്വേഷിച്ചിട്ടില്ല. ഗുരു ഒരാളുടെയും വിശ്വാസത്തെ അപഹസിച്ചിട്ടില്ല. ഗുരു ഒരാളെയും തന്റെ മുന്നിൽ നിന്ന് ആട്ടിപ്പുറത്താക്കിയിട്ടില്ല. തന്റെ അടുക്കലേക്ക് വരുന്ന ഒരാളെയും ഗുരു ചേർത്ത് പിടിക്കാതിരുന്നിട്ടില്ല. ഗുരു ഒരാളോടും ക്ഷോഭിച്ച് സംസാരിച്ചിട്ടില്ല. ഗുരു ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല. ഗുരു ഒരാളുടെ മേലും ഒരു കല്ല് പോലും വാരിയെറിഞ്ഞിട്ടില്ല. ഗുരു ഒരാളും നൽകിയതിനെ നിരാകരിച്ചിട്ടില്ല.
അത്രമേൽ സ്നേഹമുള്ള ഗുരുവിനെ കുറിച്ച് സംസാരിക്കുകയും ചിന്തിക്കാൻ കഴിയുകയും ചെയ്യുന്നതിൽ പരം എന്ത് സ്നേഹത്തിന്റെ ദർശനമാണ്, എന്ത് അനുഭൂതിയാണ് നമുക്കിടയിൽ പരസ്പരം വിസരണം ചെയ്യപ്പെടാനുള്ളത്.